കഴിഞ്ഞ ക്ലാസ്സിൽ ലേണിങ്ങിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി പറഞ്ഞു. ഇനി ഇവിടെ ലേണിംഗ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്, ലേബർ ഈസ് ദ സെക്കൻഡ്. ഫസ്റ്റ് സ്റ്റെപ്പ് ലേണിംഗ് ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ ലേബർ. ലേബർ ഫെസിലിറ്റേറ്റ്സ് വുമൺ ടു ഫ്ലറിഷ് ആൻഡ് അച്ചീവ് ദെയർ ട്രൂ പൊട്ടൻഷ്യൽ. ലേബർ ജോലി സ്ത്രീകളെ ഫെസിലിറ്റേറ്റ്സ് മെയ്ക്ക് ഈസി, എളുപ്പമുള്ളതാക്കി മാറ്റണം. ടു ഫ്ലറിഷ് ആൻഡ് അച്ചീവ് ദെയർ ട്രൂ പൊട്ടൻഷ്യൽ. ടു ഫ്ലറിഷ് ആൻഡ് ആക്റ്റീവ്. ഫ്ലറിഷ് എന്ന് പറഞ്ഞാൽ വളരെ നന്നാക്കുക, അതായത് അഭിവൃദ്ധിപ്പെടുത്തുക, ഗ്രോ വെൽ. ആൻഡ് അച്ചീവ് എന്ന് പറഞ്ഞാൽ നേടിയെടുക്കുക, ലഭ്യമാക്കുക, നേടിയെടുക്കുക. ദെയർ ട്രൂ പൊട്ടൻഷ്യൽ, അവരുടെ ശരിയായിട്ടുള്ള കഴിവിനെ അഭിവൃദ്ധിപ്പെടുത്തുന്നതിനും കഴിവുകളെ പ്രയോഗിക്കാനും സഹായിക്കണോ ലേബർ, അല്ലെങ്കിൽ പ്രയോഗിക്കാനും എളുപ്പമാക്കി മാറ്റണോ ലേബർ. അതായത് ലേബർ ഫെസിലിറ്റേറ്റ്സ് വുമൺ ടു ഫ്ലറിഷ് ആൻഡ് ആക്റ്റീവ്. ടു ഫ്ലറിഷ് അഭിവൃദ്ധിപ്പെടുത്തുക, ആൻഡ് ആക്റ്റീവ് നേടിയെടുക്കുക, ദെയർ ട്രൂ പൊട്ടൻഷ്യൽ അവരുടെ ശരിയായിട്ടുള്ള കഴിവ്. ബട്ട് അറ്റ് പ്രസൻറ്റ്, എന്നാൽ ഇപ്പോൾ, വെൻ വുമൺ പാർട്ടിസിപ്പേറ്റ് ദ വർക്ക് ഫോഴ്സ്, they too often tend to get stuck in low-paying, low-status and low-security jobs. ഇപ്പോൾ അറ്റ് പ്രസൻറ്റ്, വെൻ വുമൺ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ വർക്ക് ഫോഴ്സ്, സ്ത്രീകൾ ജോലി സ്ഥലത്ത് പാർട്ടിസിപ്പേറ്റ്, അതായത് ചേരുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ they too often tend to get stuck in low paying. അവർക്ക് സ്റ്റക്കാവുകയാണ്, അതായത് കുറയാണ് അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കുക എന്നൊക്കെയാണ് സ്റ്റക്ക് ഇൻ ലോ പേയിങ്, കുറഞ്ഞ കൂലി. ലോ സ്റ്റാറ്റസ്, കുറഞ്ഞ സ്ഥാനം. ആൻഡ് ലോ സെക്യൂരിറ്റി ജോബ്സ്, കുറഞ്ഞ സുരക്ഷിതത്വം ഉള്ള ജോലിയാണുള്ളത്. അതായത് ദേ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ വർക്ക് ഫോഴ്സ്, ജോലിയിൽ അവർ പങ്കാളികളാവണമെങ്കിലും ദെയർ പേയ്മെൻറ്റ്, സ്റ്റാറ്റസ് ആൻഡ് സെക്യൂരിറ്റി ആർ വെരി ലോ. അവർക്ക് കിട്ടുന്ന ശമ്പളം, സ്ഥാനം, സുരക്ഷിതത്വം അതൊക്കെ വളരെ കുറവാണ്. ഗ്ലോബലി women earn only 3/4 as much as men. ഗ്ലോബലി, അതായത് ഗ്ലോബലി ആയിട്ട് നോക്കുകയാണെങ്കിൽ, ആഗോളതലത്തിൽ നോക്കുകയാണെന്ന് വെച്ചാൽ, സ്ത്രീകൾ സമ്പാദിക്കുന്നത് 3/4 as much as men. പുരുഷന്മാർക്ക് കിട്ടുന്നതിനേക്കാൾ 3/4, 3/4 മാത്രമാണ് സ്ത്രീകൾ സമ്പാദിക്കുന്നത്. ഈവൺ വിത്ത് ദ സെയിം ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ഇൻ ദ സെയിം ഒക്യുപ്പേഷൻ. എങ്ങനെയാണെങ്കിൽ കൂടി എഡ്യൂക്കേഷൻ ഒരേ ലെവലാണ്, ഒരേ ഒക്യുപ്പേഷനുമാണ്, ഒരേ ജോലിയാണ്, ഒരേ വിധത്തിലുള്ള വിദ്യാഭ്യാസവും ജോലിയും ഉണ്ടായിട്ട് കൂടെ ആഗോളതലത്തിലാണെങ്കിൽ സ്ത്രീകൾ പുരുഷന്മാർ സമ്പാദിക്കുന്നതിൻ്റെ 4/3, അതായത് 3/4 സമ്പാദിക്കുന്നത്. എഡ്യൂക്കേഷനും ഒക്യുപ്പേഷനും ഒക്കെ ഒന്നാണെങ്കിലും, ഷുവർലി വൺ ഓഫ് യുവർ മോസ്റ്റ് ബേസിക് നോംസ് ഷുഡ് ബി ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. അവർ മോസ്റ്റ് ബേസിക് നോംസ്, നമ്മുടെ അടിസ്ഥാനമായിട്ടുള്ള തത്വം എന്താണ്? ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. തുല്യ ജോലി അല്ലെങ്കിൽ ഒരേ ജോലിക്ക് ഒരേ ശമ്പളം. ഈക്വൽ പേ ഈക്വൽ വർക്ക്, ഒരേ ജോലിക്ക് ഒരേ ശമ്പളം എന്നാണ് അവർ മോസ്റ്റ് ബേസിക് നോംസ്. എന്നിട്ടും സ്ത്രീകൾക്ക്
പുരുഷന്മാരെക്കാൾ കുറഞ്ഞ കൂലിയാണ്, ശമ്പളമാണുള്ളത്. റീസെൻറ്റ് റിസർച്ചേഴ്സ് ഷോ ദാറ്റ് എലിമിനേറ്റിംഗ് ജെൻഡർ ഗ്യാപ്സ് in economic participation can bring an increase in per capita income. Recent researchers ഗവേഷണങ്ങൾ ഷോ ദാറ്റ് എലിമിനേറ്റിംഗ് ജെൻഡർ ഗ്യാപ്സ് അതായത് സ്ത്രീ പുരുഷ അസമത്വം, അതാണ് ജെൻഡർ ഗ്യാപ്സ്. അത് എലിമിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മാറ്റുക, ഇല്ലാതാക്കുക. ഇൻ ഇക്കണോമിക് പാർട്ടിസിപ്പേഷൻ, അതായത് സാമ്പത്തിക പങ്കാളിത്തത്തിൽ സ്ത്രീ പുരുഷ വ്യത്യാസം, സ്ത്രീ പുരുഷ വേർതിരിവ് ഇല്ലാതാക്കിയാൽ can bring an increase. അങ്ങനെ ഇല്ലാതാക്കിയാൽ ഒരു ഇൻക്രീസ്, അഭിവൃദ്ധി കൂടാൻ ഇൻ പെർ ക്യാപിറ്റ ഇൻകം, പെർ ക്യാപിറ്റ ഇൻകത്തിൽ ആളോഹരി വരുമാനം വർദ്ധിക്കണമെങ്കിൽ എന്ത് വേണം? സ്ത്രീ പുരുഷ സമത്വം ഇല്ലാതാക്കുക. എവിടെ? ഇൻ വർക്ക് പ്ലേസ്, അതായത് ജോലി സ്ഥലത്ത് സ്ത്രീ പുരുഷ വ്യത്യാസം ഇല്ലാതാക്കി കഴിഞ്ഞാൽ, അതായത് ഈക്വൽ പേ ടു ഈക്വൽ വർക്ക് ആയിക്കഴിഞ്ഞാൽ പെർ ക്യാപിറ്റ ഇൻകം വിൽ ഇൻക്രീസ്, പെർ ക്യാപിറ്റ ഇൻകം വർദ്ധിക്കും. വി ക്യാൻ അൺഡൗട്ടഡ്ലി പ്രൊമോട്ട് more opportunity for women in the workplace. We can undoubtedly promote, നിസ്സംശയമായിട്ട് തന്നെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും, പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. മോർ ഓപ്പർച്യൂണിറ്റി ഫോർ വുമൺ, സ്ത്രീകൾക്ക് കൂടുതൽ അവസരങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇൻ ദ വർക്ക് പ്ലേസ്, ജോലി സ്ഥലത്ത് സ്ത്രീകൾക്ക് കൂടുതൽ അവസരങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. എങ്ങനെ? ഇറ്റ് ഈസ് ആൾ അബൌട്ട് ചേഞ്ചിങ് ലോസ്. എങ്ങനെയാണ്? ചേഞ്ചിങ് ലോസ്, നിയമങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട്. അതിനത് ഒരു എക്സാമ്പിളും പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ബൈ എൻഷുറിങ് ദാറ്റ് പ്രോപ്പർട്ടി ആൻഡ് ഇൻഹെറിറ്റൻസ് ലോസ് ഡു നോട്ട് ഡിസ്ക്രിമിനേറ്റ് അഗൻസ്റ്റ് വുമൺ. പ്രോപ്പർട്ടി ആൻഡ് ഇൻഹെറിറ്റൻസ്, സ്വത്ത്, ഇൻഹെറിറ്റൻസ് ലോ പിന്തുടർച്ചാവകാശം. അപ്പോൾ സ്വത്തിലും പിന്തുടർച്ചാവകാശ നിയമങ്ങളും ഡു നോട്ട് ഡിസ്ക്രിമിനേറ്റ് അഗൻസ്റ്റ് വുമൺ, സ്ത്രീകൾക്കെതിരായിട്ട് വിവേചനം കാണിക്കരുത്. അതായത് വുമൺ ആൻഡ് മാൻ ആൻഡ് വുമൺ ആർ ഈക്വലായിട്ടുള്ള അവകാശമാണ് സ്ത്രീ പുരുഷന്മാർക്ക് വേണ്ടത്. എൻഷുർ ചെയ്യണത് ബൈ എൻഷുറിങ് ദാറ്റ്, ഉറപ്പാക്കുക. പ്രോപ്പർട്ടി ആൻഡ് ഇൻഹെറിറ്റൻസ് ലോ, പ്രോപ്പർട്ടി സ്വത്ത്, ഇൻഹെറിറ്റൻസ് ലോ പിന്തുടർച്ചാവകാശം, അതിൽ ഡു നോട്ട് ഡിസ്ക്രിമിനേറ്റ് വിവേചനം കാണിക്കുക. എഗൻസ്റ്റ് വുമൺ, സ്ത്രീകൾക്ക് എതിരായിട്ട് എന്ത് ചെയ്യരുത്? പ്രോപ്പർട്ടിയിൽ, സ്വത്തവകാശത്തിൽ, അതുപോലെ തന്നെ പിന്തുടർച്ചാവകാശത്തിൽ എന്തുണ്ടാവരുത്? വേർതിരിവ് ഉണ്ടാവരുത്. ഇറ്റ് ആൾസോ മീൻസ് പോളിസീസ് ദാറ്റ് എൻകറേജ് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ. ഇറ്റ് ആൾസോ മീൻ, അത് ഉദ്ദേശിക്കുന്നത് പോളിസീസ് ദാറ്റ് എൻകറേജ് എഡ്യൂക്കേഷൻ. നമ്മൾ പോളിസീസ്, നയങ്ങളുണ്ടാക്കണം. ദാറ്റ് എൻകറേജ് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷനും ഹെൽത്ത് കെയറിനും ആവശ്യമായിട്ടുള്ള പോളിസീസ് ഉണ്ടാക്കണം, നയങ്ങൾ രൂപീകരിക്കണം. മോറോവർ, വി നീഡ് ടു പ്രൊവൈഡ് ഗ്രേറ്റർ അക്സസ് ടു ക്രെഡിറ്റ് സോ ദാറ്റ് വുമൺ ക്യാൻ അച്ചീവ് ഗ്രേറ്റർ എക്കണോമിക് ഇൻഡിപെൻഡൻസ്. അതായത് സ്ത്രീകൾക്ക് സ്വത്തുക്കൾക്ക് പിന്തുടർച്ചാവകാശങ്ങളിലും ഡിസ്ക്രിമിനേറ്റ് ഉണ്ടാവരുത്. സ്ത്രീകൾക്ക് എന്ത് വേണം? അതിന് ആയിട്ടുള്ള എൻകറേജ്, എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം, ഹെൽത്ത് കെയർ, ആരോഗ്യം ഒക്കെ എൻകറേജ് ചെയ്യാനുള്ള പോളിസികൾ, നിയമങ്ങൾ, നയങ്ങൾ ഉണ്ടാക്കണം. പിന്നെയോ മോറോവർ, അതിലേറെ എന്താ വേണ്ടത്? വി നീഡ് ടു പ്രൊവൈഡ് ഗ്രേറ്റർ അക്സസ് ടു ക്രെഡിറ്റ്. നമ്മൾ പ്രൊവൈഡ് ചെയ്യണം, അതായത് നൽകണം.
ഗ്രേറ്റർ അസസ് ടു ക്രെഡിറ്റ്, കൂടുതൽ കടം എടുക്കാനുള്ള സൗകര്യങ്ങൾ. സ്ത്രീകൾക്ക് കൂടുതൽ കടെടുക്കാനുള്ള സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യണം, ഉണ്ടാക്കിയെടുക്കണം. സോ ദാറ്റ് വുമൺ ക്യാൻ അച്ചീവ്, അതുകൊണ്ട് സ്ത്രീകൾക്ക് നേടിയെടുക്കാൻ പറ്റും ഗ്രേറ്റർ എക്കണോമിക് ഇൻഡിപെൻഡൻസ്, കൂടുതലായിട്ടുള്ള സാമ്പത്തിക സ്വാതന്ത്ര്യം അവർക്ക് കിട്ടും. അതായത് സ്ത്രീകൾക്ക് കൂടുതൽ കടെടുക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിയാൽ അവർക്ക് കൂടുതൽ സാമ്പത്തിക സ്വാതന്ത്ര്യം കൈവരിക്കാനും പറ്റും. സോ ലേണിംഗ് ആൻഡ് ലേബർ ആർ കീ ഫാക്ടേഴ്സ്. അതുകൊണ്ട് ലേണിംഗ് ആൻഡ് ലേബർ, പഠിക്കുക, അതുപോലെ തന്നെ ലേബർ തൊഴിൽ, പഠിത്തവും തൊഴിലും ആർ കീ ഫാക്ടേഴ്സ്. അത് രണ്ടും എന്താണ്? കീ ഫാക്ടേഴ്സാണ്. അതാണ് പ്രധാനമായിട്ടുള്ള രണ്ട് ഫാക്ടേഴ്സ്, ഘടകങ്ങൾ. അപ്പോൾ അവിടെ ഒരു ചോദ്യമുണ്ട്, ഹൗ ക്യാൻ വി പ്രൊമോട്ട് മോർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ വുമൺ ഇൻ ദ വർക്ക് പ്ലേസ്? ഹൗ ക്യാൻ വി പ്രൊമോട്ട്, നമുക്ക് എങ്ങനെ കൂടുതലാക്കാൻ പറ്റും? മോർ ഓപ്പർച്യൂണിറ്റീസ്, കൂടുതൽ അവസരങ്ങൾ, ഫോർ വുമൺ ഇൻ ദ വർക്ക് പ്ലേസ്, ജോലി സ്ഥലത്ത് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെ ലഭ്യമാക്കാം? അതിന് ആൻസർ, വി ക്യാൻ ബി ഗിവൺ മോർ ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദ വർക്ക് പ്ലേസ്. വർക്ക് പ്ലേസിൽ സ്ത്രീകൾക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കാം. എങ്ങനെ? നേരത്തെ പറഞ്ഞു, ബൈ ചേഞ്ചിങ് ലോസ്. കണ്ടോ, ഇറ്റ് ഈസ് ആൾ അബൌട്ട് ചേഞ്ചിങ് ലോസ്. അപ്പോൾ ബൈ ചേഞ്ചിങ് ലോസ് ടു എൻഷുർ ദാറ്റ്, എന്തിനുള്ളതാ? ടു എൻഷുർ ദാറ്റ് property and inheritance laws do not discriminate against women. എന്താ പറഞ്ഞത്? ചേഞ്ചിങ് ലോസ് ഏതിൻ്റെ? ബൈ എൻഷുറിങ് ദാറ്റ് പ്രോപ്പർട്ടി ആൻഡ് ഇൻഹെറിറ്റൻസ് ലോസ് ഡു നോട്ട് ഡിസ്ക്രിമിനേറ്റ് വുമൺ. അപ്പോൾ അതിലൊരു സെൻറ്റൻസായി എന്താണ് പറഞ്ഞ? വുമൺ ക്യാൻ ബി ഗിവൺ മോർ ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദ വർക്ക് പ്ലേസ്. എങ്ങനെ? ബൈ ചേഞ്ചിങ് ലോസ്, വർക്ക് പ്ലേസ്, ബൈ ചേഞ്ചിങ് ലോസ്. എന്തിന്? ടു എൻഷുർ ദാറ്റ് പ്രോപ്പർട്ടി ആൻഡ് ഇൻഹെറിറ്റൻസ് ലോസ് ഡു നോട്ട് ഡിസ്ക്രിമിനേറ്റ് എഗൻസ്റ്റ് വുമൺ. ഇനി ഒന്നും കൂടിയുണ്ട്. എന്ത് വേണം? നമ്മൾ പോളിസികൾ ഉണ്ടാക്കണം. മേക്ക് പോളിസീസ്, അല്ലേ? ഇതിനെപ്പറ്റി എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ. എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ ഫോർ വുമൺ ഷുഡ് ബി എൻകറേജ്ഡ്. പിന്നെ ഒന്നും കൂടെ പറഞ്ഞു, എന്ത് വേണം? വി നീഡ് ടു പ്രൊവൈഡ് ഗ്രേറ്റർ അക്സസ് ടു ക്രെഡിറ്റ് സോ ദാറ്റ് വുമൺ ക്യാൻ അച്ചീവ് ഗ്രേറ്റർ എക്കണോമിക് ഇൻഡിപെൻഡൻസ്. അപ്പോൾ അതിലുള്ള 3 സെൻറ്റൻസുകളാണ് ഇതിന് ആൻസറായിട്ടുള്ളത്. ഏതാണ്? ഹൗ ക്യാൻ വി പ്രൊമോട്ട് മോർ ഓപ്പർച്യൂണിറ്റീസ്, കൂടുതൽ അവസരങ്ങൾ നമുക്ക് എങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുക? ഫോർ വുമൺ, സ്ത്രീകൾക്ക്, ഇൻ ദ വർക്ക് പ്ലേസ്, ജോലി സ്ഥലത്ത്. അതിനുള്ള ആൻസറാണ് വി ക്യാൻ പ്രൊമോട്ട്. ആ പാരഗ്രാഫിലുണ്ട്, അൺഡൗട്ടഡ്ലി എന്നൊന്നും വേണ്ട. വി ക്യാൻ പ്രൊമോട്ട് മോർ ഓപ്പർച്യൂണിറ്റി ഫോർ വുമൺ ഇൻ ദ വർക്ക് പ്ലേസ് ബൈ ചേഞ്ചിങ് ലോസ് ടു എൻഷുർ ദാറ്റ് പ്രോപ്പർട്ടി ആൻഡ് ഇൻഹെറിറ്റൻസ് ലോസ് ഡു നോട്ട് ഡിസ്ക്രിമിനേറ്റ് അഗൻസ്റ്റ് വുമൺ. പിന്നൊന്നുള്ളത് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ ഫോർ വുമൺ എന്ത് ചെയ്യണം? എൻകറേജ്ഡ്. എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ ഫോർ വുമൺ ഷുഡ് ബി എൻകറേജ്ഡ്. ഇനി ഒന്നും കൂടെ, വി നീഡ് ടു പ്രൊവൈഡ് ഗ്രേറ്റർ അക്സസ് ടു ക്രെഡിറ്റ് സോ ദാറ്റ് വുമൺ ക്യാൻ അച്ചീവ് ഗ്രേറ്റർ എക്കണോമിക് ഇൻഡിപെൻഡൻസ്. അപ്പോൾ അത് ഇത്രയും ഇന്നത്തെ ക്ലാസ്സിൽ. ക്വസ്റ്റ്യൻ ആൻസർ എഴുതി വയ്ക്കുമോ നാളേക്ക്? ബാക്കി നാളെ.